ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സംഭവം ഉപ്പുമാവാണെങ്കിലും ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. നമ്മളിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റും ബീൻസും പൊടിയായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി നുറുക്കിയതുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സാധനം തേങ്ങയാണ്. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കരിയാപ്പിലയാണ്. പിന്നെ റവ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അളവ് കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂട്ടിയാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ പരിപ്പ്, അതിപ്പോൾ ഏത് കളറിലുള്ള പരിപ്പായാലും കുഴപ്പമില്ല, 1 സ്പൂൺ പരിപ്പും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ പച്ചക്കറികൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർക്കണ്ട. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് അത് തിളപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പച്ചക്കറികളും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ബീൻസും ഒക്കെ ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം. ഓൾറെഡി ഇത് വറുത്ത റവയാണെങ്കിൽ പോലും ക്യാരറ്റിനകത്തും ബീൻസിനകത്തും പിന്നെ ഇഞ്ചിക്കകത്തും എല്ലാം കിടന്ന് ഇതിങ്ങനെ വറുത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്പുമാവിന്. റവയെ ഇങ്ങനെ എത്രത്തോളം വറുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കരിയാപ്പിലയാണ്. കരിയാപ്പില നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നുറുക്കി എടുക്കണം. അപ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കരിയാപ്പില കടുക് പൊട്ടിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേക്ക് അത് ചെറിയ ചെറിയ ഉണ്ടകൾ പോലെ കട്ട കെട്ടി കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അത് റവ നന്നായിട്ട് വറുക്കാത്തത് കൊണ്ടും പിന്നെ വെള്ളം കൂടിപ്പോകുന്നത് കൊണ്ടുമാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ വെക്കാൻ. അങ്ങനെ ഇത്ര അളവ് എന്നൊന്നുമില്ല. എന്നാലും ഞാൻ 1.5 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഏകദേശം ആ വെള്ളം മുഴുവൻ ആവശ്യമായിട്ട് വന്നു. ഇനി നമുക്ക് ആ തിളച്ച വെള്ളം ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫയർ കുറച്ച് വെക്കണം. കാരണം ഇത് തിളച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഓവറായിട്ടുള്ള വെള്ളം വന്ന് ഇങ്ങനെ റവ കട്ട കെട്ടി വരത്തില്ല. ഇനി നമുക്ക് ഈ റവയെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെക്കണം. അപ്പോൾ റവ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വെക്കാം. അതിൽ കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അടിവശം ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഒരു സൈഡ് മുതൽ ഇങ്ങനെ ഇളക്കി എടുക്കണം. അപ്പോൾ അതിങ്ങനെ കട്ട കെട്ടാതെ പൊടിഞ്ഞ് നമുക്ക് കിട്ടുന്നത് കാണാം. കുറച്ച് നേരം കൂടെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പുമാവ് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുട്ടി പപ്പടം കൂടി കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കൂടെ ഓരോ ഗ്ലാസ് സുലൈമാനിയും കൂടെ ആകുമ്പോൾ ആഹാ സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.